Ahoy YouTube, Agil Krishna here and welcome to my channel. This video is all about a travel video. Basically, if you see my channel, most of the videos that I posted is travel videos and this one is from Wales. ഈ ട്രിപ്പ് ഒരു 6 മാസമായി കാണും പോയിട്ട്. ആൻഡ് എന്താ ഇപ്പോൾ പോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ എന്തും അറിയത്തില്ല. ഈ ഒരു വീഡിയോ മാത്രം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ലാഗാണ്. ടൈം അങ്ങനെ കിട്ടാറില്ല, ഇതിന് വേണ്ടി ഇരിക്കാനായിട്ട് കിട്ടിയിട്ടില്ല സമയം. ആൻഡ് when I finally sat down to edit this video, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്ത് സ്റ്റാർട്ട് കൊടുക്കണം, എങ്ങനെ സ്റ്റോറി കൊണ്ടുപോകണം, എങ്ങനെ എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഇല്ല, ഒരു പിടിയില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ സ്റ്റക്കായിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ച ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് എന്താണോ മനസ്സിൽ പറഞ്ഞാൽ അതങ്ങ് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് എഡിറ്റിങ് അങ്ങ് തുടങ്ങാം. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ വെയിൽസ് ട്രിപ്പിൽ നമ്മൾ എത്ര പേരാണ്, ഒരു 10 പേരുണ്ടായിരുന്നു. ഒരു 3-4 പേര് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, സിനിമാറ്റോഗ്രാഫർ, ഒരു ആക്ടറുണ്ട്, ഒരു ഡയറക്ടറുണ്ട്, VFX എഡിറ്റേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള ഒരു ഗ്രൂപ്പാണ്. പോകുന്ന വഴിക്ക് ഒരു ഗ്രെക്സി കയറി കുറച്ച് നേരം ഒന്ന് ചായയൊക്കെ കുടിച്ച് റിലാക്സായി ലൈറ്റായിട്ടൊന്ന് കഴിച്ചിട്ട് സ്റ്റോൺമോണിയ മൗണ്ടൻ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ബുക്കിംഗ് ഉണ്ട്. ട്രെയിനിന് വഴി മൗണ്ടൻ്റെ ടോപ്പിൽ പോവുക, കുറച്ച് നേരം നിൽക്കുക, ഇറങ്ങുക, ആ ഒരു പരിപാടി. ഒരു 30 മിനിറ്റ് എന്താ ടോപ്പിൽ സമ്മിറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഐ വിൽ റെക്കമെൻഡ് ഹൈക്കാണ് ഏറ്റവും ബെസ്റ്റ്. അത്ര വലിയ എക്സ്പീരിയൻസ് ട്രെയിനിൽ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് Airbnb-യിലെത്തി. അകത്ത് കയറി ഏരിയാസ് എല്ലാം കാണിച്ചു തന്നു. കിച്ചൺ, ബാത്റൂം, ടോപ്പിലെ ബെഡ്റൂംസ് ഒരു 1, 2, 3, ഒരു 4 ബെഡ് ഉണ്ടായിരുന്നു. ടെൻറ്റ് പോലെയാണ്. ടോപ്പ് ഫ്ലോറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ വീണ്ടും ഒരു ടെൻ്റ് ഉണ്ട്. അവിടെ ഒരു 2 ബെഡുണ്ട്, പിന്നെ ഒരു ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു ക്യാമ്പിംഗ് ഏരിയ ഉണ്ട്. Yeah, they're real. They've been growing for years and years and years. I don't actually know the names of some of them, but this one I think is really cool. This one is called a parrot something, because look, it looks a bit like a parrot, like the head of a parrot, you know. If anything, text me. It's all real chill. I don't care what you do. Just look after my house. Yeah, sure. Right. Thank you. കുക്കിംഗ് പരിപാടി തുടങ്ങി. അതിൻ്റെ സൈഡിൽ കൂടെ പാട്ട് തൊട്ട് ഡാൻസും കളിച്ച് ആയിരുന്നത്. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഗ്രില്ലൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്തിറങ്ങി പാട്ട് പാടി. ഇന്നോടിഷ്ടം കൂടാമോ, ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ, തളിരിട്ടലതയോ അവൾ ദാവണിക്കൂടമോ. രണ്ട് ടീം 5 പേരെ സ്പ്ലിറ്റ് ആവും. ഓവർ ബോൾ ത്രോ பண்ணிட்டே இருக்கும். ഇത് മൊത്തത്തിൽ ഗാലി பண்ணோம்னா அந்த டீம் தான் வின். சோ எவ்வளவு ஃபர்ஸ்ட் வேணும் அவன் പറയുന്നുണ്ടോ ഇത് കൊണ്ടാവേ.
അതാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. സോ അഡിയോസ്.